everyone, welcome back to Silent Learning. It's me, Jamshad. In this session, we are going to learn the complete summary and the theme of this chapter, the poem Sea Fever. Sea Fever. Actually, ഇനി വരാനിരിക്കുന്ന ക്രിസ്മസ് എക്സാമിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കവിതയാണ്. അപ്രീസിയേഷൻ എക്സ്പെക്റ്റബിൾ ആയിട്ടുള്ള ഒരു കവിതയാണ്. അല്ലെങ്കിൽ ഒരു സ്റ്റാൻസ തന്നിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റബിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് സീ ഫീവർ എന്നുള്ളത്. ഇറ്റ്സ് എ പോം. ഇതിൽ നിന്ന് ഇതിന്റെ കംപ്ലീറ്റ് സമ്മറിയും ഇതിന്റെ തീമും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിനെ നിങ്ങൾക്ക് ഈസി ആയിട്ട് അപ്രോച്ച് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയുടെ പ്രത്യേകത. അതുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനം വരെ കണ്ടിരിക്കുക. നിങ്ങൾക്ക് ഇതുപോലുള്ള ധാരാളം വീഡിയോസ് ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന, അവർക്ക് ഇതൊന്ന് ജസ്റ്റ് ഷെയർ ചെയ്ത് കൊടുക്കുക. ആക്ച്വലി നിങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്താൽ മതി. ആക്ച്വലി സീ ഫീവർ എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ എഴുതിയിട്ടുള്ള ആളാണ് ജോൺ മെയ്സ്ഫീൽഡ് എന്ന് പറയുന്ന ഇദ്ദേഹമാണ്. അപ്പോൾ ഇതിൽ മെയിൻ ആയിട്ട് ഇതിന്റെ സമ്മറി നമ്മൾ പറയുന്നു. വളരെ ഷോർട്ട് ആക്കിയിട്ട് ബുള്ളറ്റിൻ പോയിന്റ്സ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. കുറഞ്ഞ പോയിന്റ്സിൽ നമുക്ക് കംപ്ലീറ്റ് സമ്മറിയും ഇതിന്റെ ഓവർവ്യൂ നമുക്ക് കിട്ടേണ്ടതുണ്ട്. നെക്സ്റ്റ് അതിന്റെ തീമാണ്. അപ്പോഴേ നിങ്ങൾക്ക് ഇതിന്റെ എക്സാക്ട് എന്തിനാണ് ഈ ഒരു ചാപ്റ്റർ നമ്മുടെ 9th ഈ ഒരു സിലബസിൽ കൊണ്ടുവന്നത് എന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു വളരെ കുഞ്ഞു കവിതയാണ്. ഐ തിങ്ക് കമ്പാരിറ്റീവ്ലി ഏറ്റവും ചെറിയൊരു കവിത കൂടിയാണ് സീ ഫീവർ എന്നുള്ളത്. സോ നമ്മൾ കിടക്കാൻ പോവാണ്. നോക്കുകയാണ് ഇതിന്റെ സമ്മറി ഓഫ് ദ പോം. ദ പോയറ്റ് expresses a deep longing to return to the sea. മൂപ്പര്, നമ്മുടെ കവി ആദ്യം കടലിലായിരുന്നു മൂപ്പർക്ക് ജോലി. അപ്പൊ മൂപ്പർക്ക് കടലിലേക്ക് തിരിച്ചു പോവാനുള്ള അദ്ദേഹത്തിന്റെ അതിയായ ആഗ്രഹം which he calls irresistible. അദ്ദേഹം അതിനെ വിളിക്കുന്നത് എന്താണ്? തടയാൻ കഴിയുന്നില്ല. അദ്ദേഹത്തിന് നമുക്ക് ഫുഡിനോടൊക്കെ ക്രേവിങ്സ് ഉണ്ടാവില്ലേ, അതുപോലെ ഇദ്ദേഹത്തിന് എന്താണുള്ളത്? ഈ ഒരു കടലിലേക്ക് പോകണം, കടലിൽ ജോലി ചെയ്യണം, അല്ലെങ്കിൽ കടലിൽ ഈ ഒരു കപ്പലുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു ജോലി, അല്ലെങ്കിൽ ആ കപ്പലിൽ അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സംഭവം, അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് അദ്ദേഹത്തിന് വല്ലാത്ത ഓർമ്മകൾ സമ്മാനിച്ചിട്ടുണ്ട്. വീണ്ടും അവിടേക്ക് തന്നെ പോകാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം വീണ്ടും പറയുന്നത്. അതിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് ആ വരികളൊക്കെ. ആൻഡ് നേച്ചർ, പ്രകൃതിയിലേക്ക് മടങ്ങണം അല്ലേ. അദ്ദേഹം ഇപ്പോൾ റെസ്റ്റ് എടുക്കുകയാണ്. അപ്പൊ ശരിക്കും ഇങ്ങോട്ട് പോകണം, കടലിലേക്ക് വീണ്ടും പോകണം എന്ന് അദ്ദേഹത്തിന് ആഗ്രഹം അല്ലെ. നമുക്ക് കുട്ടിക്കാലത്തേക്ക് പോകാൻ ആഗ്രഹം എന്നൊക്കെ പറയുന്നത് പോലെ അദ്ദേഹത്തിന് പറയാണ്, അദ്ദേഹത്തിന്റെ ജോലി കടലിൽ ഈ ഒരു കപ്പലോടിക്കലായിരുന്നു. ആ കപ്പലോടിക്കലൊക്കെ നിർത്തി വീട്ടിലാണ്. അപ്പൊ വീണ്ടും ആ കപ്പലോടിക്കാൻ അദ്ദേഹത്തിന് അതിയായ ആഗ്രഹം. ഹി ഡിസൈർസ് ഓൺലി സിമ്പിൾ തിങ്സ്. അദ്ദേഹത്തിന് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളെ ആഗ്രഹമുള്ളൂ. എന്തൊക്കെയാണ്? ടോൾ ഷിപ്പ്, വലിയൊരു നല്ല ഹൈറ്റുള്ള നല്ല ടോൾ ആയിട്ടുള്ള ഒരു ഷിപ്പ് വേണം. ഗൈഡിങ് സ്റ്റാർ, അദ്ദേഹത്തിനെ ഗൈഡ് ചെയ്യുന്ന, ഇപ്പോൾ നാവിഗേഷൻ സിസ്റ്റം ഒക്കെ ഉണ്ട്. പണ്ടത്തെ നാവിഗേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ സ്റ്റാർ ആണ്. ആ സ്റ്റാറിനെ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്താക്കാൻ പറ്റും? അദ്ദേഹം ഉദ്ദേശിച്ച ആ ഒരു ദിശയിലേക്ക് എന്താക്കാൻ പറ്റും? ആ സ്റ്റാറിനെ കണ്ടുകൊണ്ട് എന്താക്കാൻ പറ്റും? സ്റ്റാറാണ് ഗൈഡ് ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു സ്റ്റാർ മതി. ആൻഡ് എ ത്രിൽ ഓഫ് സെയിലിംഗ്, ആ സെയിലിംഗ് ചെയ്യുന്നതിന് ഒരു ത്രില്ലുണ്ടല്ലോ, ആ ഒരു ത്രില്ലും കിട്ടിയാൽ മതി. ആ കപ്പൽ യാത്രയുടെ ഒരു ത്രില്ല്. നമുക്ക് ട്രിപ്പ് പോകുന്ന സമയത്തൊക്കെ, ഡ്രൈവ് ചെയ്യുന്ന സമയത്തൊക്കെ നല്ല എന്താ പറയാ, അതിനൊക്കെ നല്ല ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും. അതിൻ്റെ ഒരു ത്രില്ലുണ്ട് അല്ലേ. ചില ക്രാഫ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, അതിനൊരു ത്രില്ലുണ്ട്. ക്രിക്കറ്റ് കളിക്കുന്ന ആൾക്കാരുണ്ട്, അതിനൊരു ത്രില്ലുണ്ട്. ആ ത്രില്ല് കിട്ടിയാൽ മതി എന്നാണ് അദ്ദേഹം പറയുന്നത്. നെക്സ്റ്റ് നോക്കിക്കോ. The poet vividly describes the sound and sight of the sea. ഈ കവിതയിൽ അദ്ദേഹം എന്ത് പറയുന്നുണ്ട്? കവിതയിൽ അദ്ദേഹം ഈ കടലിന്റെ ശബ്ദങ്ങളും അതുപോലെ തന്നെ കടലിൽ കാണുന്ന കാഴ്ചകളൊക്കെ വിശദീകരിക്കുന്നുണ്ട്. The wind, കാറ്റ് വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ waves, തിരമാലകള്, mist and down. മിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു എന്താ പറയാ, മഞ്ഞ്, അതുപോലെ തന്നെ കോടമഞ്ഞ്, അങ്ങനെ കോട ഇറങ്ങുന്നത്, കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആൻഡ് ഡൗൺ, പ്രഭാതം വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വൈകുന്നേരമാവുന്ന സിറ്റുവേഷനിൽ ഉണ്ടാവുന്ന ആ സംഭവങ്ങൾ, അതായത് പ്രകൃതിയെ വർണ്ണിക്കുന്നുണ്ട് അദ്ദേഹം, എസ്പെഷ്യലി കടലിലുള്ള സിറ്റുവേഷൻ. ഹി ഫീൽസ് എ സ്ട്രോങ് പുൾ ഫ്രം ദ റണ്ണിങ് ടൈഡ്. ഈ ഒരു അദ്ദേഹത്തിന്റെ ആഗ്രഹത്തിന്റെ അളവ് പറയാണ്. ഹി ഫീൽസ് എ സ്ട്രോങ് പുൾ, അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്ന് വല്ലാത്തൊരു വലിയാണ്. അദ്ദേഹത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വല്ലാത്തൊരു ഒരു ആഗ്രഹം അദ്ദേഹത്തിന് വരുന്നുണ്ട്. റണ്ണിങ് ടൈഡ് പോലെ, വിച്ച് ഹി കനോട്ട് ഇഗ്നോർ. അത് അദ്ദേഹത്തിന് ഒരിക്കലും ഇഗ്നോർ ചെയ്യാൻ പറ്റുന്നില്ല. അതായത് നമ്മൾ പറയാറുണ്ട്, എനിക്ക് മണാലിയിൽ പോകണം. മണാലി എന്നെ വിളിക്കുന്നുണ്ട്, എനിക്ക് മണാലിയിൽ എത്രയും പെട്ടെന്ന് എത്തിയേ പറ്റുള്ളൂ. കാരണം ഓൾറെഡി അവിടെ പോയ ആൾക്കാർക്ക് വീണ്ടും ആഗ്രഹമുണ്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്, എല്ലാവർക്കും അങ്ങനെ ആഗ്രഹം ഉണ്ടായിക്കണമെന്നില്ല. അപ്പോൾ മണാലിയിൽ മഞ്ഞിൽ കളിക്കാനൊക്കെ നല്ല ആഗ്രഹം, അല്ലെങ്കിൽ അവിടേക്ക് ബൈക്ക് റൈഡ് പോകാനൊക്കെ നല്ല ആഗ്രഹമുള്ള ആൾക്കാരുണ്ടായിരിക്കും. അങ്ങനെ പോയവരുണ്ടായിരിക്കും. അവരെ വീണ്ടും ആ ഒരു ട്രിപ്പ് വീണ്ടും ഒന്നുകൂടി ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്ന് അതിയായ ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, മഞ്ഞ് എന്നെ വിളിക്കുന്നുണ്ട്, മണാലി എന്നെ വിളിക്കുന്നുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. അതുപോലെ അദ്ദേഹത്തിന് ആ റണ്ണിങ് ടൈഡിൽ നിന്നുള്ള ആ ഒരു എനർജി അദ്ദേഹത്തെ എന്താക്കുന്നുണ്ട്? അട്രാക്ട് ചെയ്യുന്നുണ്ട്. എങ്ങോട്ട്? കടലിലേക്ക് വീണ്ടും വരാൻ വേണ്ടിയിട്ട്. ലാസ്റ്റ് സ്ലൈഡ് ഓഫ് ദി സമ്മറി ആണേ, നോക്കിയോ.
ദ സീ ലൈഫ് ഈസ് കമ്പയർഡ് ടു വാണ്ടറിങ് ഫ്രീ ജിപ്സി ലൈഫ്. അദ്ദേഹം ഈ ഒരു കടലിലെ ജീവിതം എന്തിനോട് കമ്പയർ ചെയ്യാണ്? ജിപ്സി ലൈഫിനോട്. എന്താണ് ജിപ്സി? ആക്ച്വലി ജിപ്സികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാടോടികൾ എന്നൊക്കെ പറയാൻ പറ്റും. ഒരു സ്ഥലത്തും സ്ഥിരമായിട്ട് താമസിക്കാതെ പല നാടുകളിലേക്ക് ഇങ്ങനെ പലായനം ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അവരവിടെ എന്തെങ്കിലും ജോലി ചെയ്യും, അല്ലെങ്കിൽ അവരുടെ ആ ഒരു കൾച്ചർ അവിടെ എന്താക്കും, കാണിക്കും. അവരവിടെ എന്താക്കും, ഒരു എക്സാമ്പിൾ ഇത് അവിടെ കൊടുത്തിട്ടുണ്ട്. അവരവിടെ ഡാൻസും പാട്ടും കാര്യങ്ങളും അവരെടുക്കുന്ന പല പല ജോലികൾ ചെയ്യുന്നുണ്ടായിരിക്കും. അതിൽ നിന്ന് ഏണിങ്സ് കിട്ടും. അവിടെ സ്ഥിരമായിട്ട് നിൽക്കും ഇല്ല, അടുത്ത സ്ഥലത്തേക്ക് പോകും, സ്ഥലങ്ങൾ മാറിപ്പോവും, രാജ്യങ്ങളും സംസ്ഥാനങ്ങളും വിട്ടു പോകും. ഫുൾ ഓഫ് അഡ്വഞ്ചർ ആണ്. അതൊരു സേഫ് ആയിട്ടുള്ള സംഭവമല്ല, അഡ്വഞ്ചർ ആണ്, ചാലഞ്ച് ആണ് അല്ലേ. കുറെ വെല്ലുവിളികൾ ഉണ്ടായിരിക്കും ഇങ്ങനെ പലായനം ചെയ്തു പോയിക്കൊണ്ടിരിക്കാൻ. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ തന്നെയാണ് ആക്ച്വലി എവിടെയെന്ന് പറയുന്നത്, കടലില് ഈ ഒരു കപ്പലിൽ പോകുന്ന സമയത്തും എന്നാണ് കവി പറയുന്നത്. യെസ്, അതുപോലത്തെ ഒരു ജിപ്സി ലൈഫാണ് അദ്ദേഹത്തിനോട് അതിനോടാണ് കമ്പയർ ചെയ്യുന്നത്. ഓക്കെ, കമ്പയർ ചെയ്യണം. ഹി സീക്സ് കമ്പാനിയൻഷിപ്പ്. അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് പോകാനാണോ? ഇല്ല, അദ്ദേഹത്തിന്റെ കൂടെ ഒരു കമ്പാനിയൻ വേണം, സ്റ്റോറി ടെല്ലിംഗ്, കഥ പറയാൻ ആൾ വേണം, ആൻഡ് ലാഫർ വിത്ത് ഫെലോ സെയിലിയർ. അദ്ദേഹത്തിന്റെ കൂടെയുള്ള ജോലിക്കാരിൽ അല്ലെങ്കിൽ കൂടെയുള്ള ഈ ഒരു കപ്പലിൽ എന്തുണ്ടാവണം? കമ്പാനിയൻഷിപ്പും സ്റ്റോറി ടെല്ലിംഗ്. അദ്ദേഹം പഴയ കാര്യങ്ങൾ ഓർക്കുകയാണ്, എൻ്റെ കൂടെയുള്ള ആ ഒരു സ്റ്റോറി ടെല്ലിങ്ങിനുള്ള ആൾക്കാർ, അതുപോലെ തന്നെ കമ്പാനിയൻഷിപ്പ്, ആ ഒരു ചിരി, അതൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് എന്ന് അദ്ദേഹം പറയണം. ഫൈനലി അവസാനം ഹി വിഷസ് ഫോർ പീസ്. അദ്ദേഹം ഒരു സമാധാനം ആഗ്രഹിക്കുന്നു. ഇതിനൊക്കെ അവസാനം എന്താണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്? ഇതൊക്കെ ചെയ്യണം, ഇതൊക്കെ ചെയ്തിട്ട് ഒരു സമാധാനം വേണം. എ ക്വയറ്റ് സ്ലീപ്പ്. എന്തായിരിക്കും എല്ലാത്തിൻ്റെയും അവസാനമുള്ള ആ ഒരു വളരെ ശാന്തമായ ഉറക്കം എന്ന് അദ്ദേഹം ഉദ്ദേശം എന്തായിരിക്കും? ജസ്റ്റ് ഗസ് ചെയ്തു. എന്തായിരിക്കും എല്ലാത്തിൻ്റെയും അവസാനം? അദ്ദേഹത്തിന്റെ ലൈഫ് മാക്സിമം അദ്ദേഹത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് അവസാനം അദ്ദേഹത്തിന് ഉറങ്ങണം എന്ന് പറഞ്ഞത് കൊണ്ട് എന്തായിരിക്കും ഉദ്ദേശം? ജസ്റ്റ് ഗസ് ഇറ്റ്. യെസ്, അത് തന്നെ നിങ്ങളുടെ മൈൻഡിൽ അത് വന്നിട്ടുണ്ടായിരിക്കും. മരണം. അദ്ദേഹത്തിന് വളരെ ശാന്തമായിട്ട് മരിക്കണം. അദ്ദേഹത്തിന്റെ ലൈഫ് അദ്ദേഹം ഏറ്റവും അടിപൊളിയായിട്ട് യൂസ് ചെയ്തു. വെറുതെ സമയം എന്താക്കിയിട്ടില്ല, കളഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ ലൈഫ് അദ്ദേഹം ഇഷ്ടപ്പെട്ട രീതിയിൽ ചെലവഴിച്ചതിന് ശേഷം അദ്ദേഹത്തിന് നല്ല സമാധാനപരമായിട്ട് ഉറങ്ങണം. വളരെ ക്വയറ്റ് സ്ലീപ്പ് അദ്ദേഹത്തിന് വേണം, വിച്ച് മീൻസ് ദ ഡെത്ത്. യെസ്, ആൻഡ് സ്വീറ്റ് ഡ്രീം ആഫ്റ്റർ ഹിസ് ലൈഫ് ലോങ് ട്രിക്ക്. ലൈഫിന്റെ ആ ഒരു ലോങ് ട്രിക്ക്, അതായത് ലോങ് ട്രിക്ക് മീൻസ് ജേർണി, ജീവിതത്തിന്റെ ഈ ഒരു നീണ്ട യാത്രക്ക് ശേഷം അദ്ദേഹത്തിന് എന്താണ്? ആ ഒരു സ്വീറ്റ് ഡ്രീം അദ്ദേഹത്തിന് വേണം, വിച്ച് മീൻസ് മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു സാറ്റിസ്ഫാക്ഷൻ വേണ്ടേ? മരിച്ചു കഴിഞ്ഞാൽ ആ ഒരു സെക്കൻഡ് വേൾഡിലോ ഏതായാലും എന്തോ ആവട്ടെ, ഏതായാലും അദ്ദേഹത്തിന്റെ ലൈഫ് അദ്ദേഹം എന്തായി കംപ്ലീറ്റ് ആക്കി, അദ്ദേഹം ഇഷ്ടപ്പെട്ട രീതിയിൽ സെറ്റാക്കി എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ അദ്ദേഹത്തിന് ഉണ്ടായിരിക്കും ഇതോടുകൂടി. ഇനി ഇതിൽ കിടിലൻ നല്ല തീമുകളുണ്ട്. ആ തീം വെച്ചിട്ട് നമ്മൾ എന്താക്കണം? ഇതിനെ അപ്രോച്ച് ചെയ്താൽ മാത്രം. ഇത് കവിത കംപ്ലീറ്റ് ചെയ്തു. ഇത്രയാണ് അദ്ദേഹം പറയുന്നത്. വളരെ സിമ്പിൾ കുറച്ച് കാര്യങ്ങളാണ്. ഇത്രയും പോയിന്റ്സ് പറയുമ്പോഴേക്കും കവിത കഴിഞ്ഞു. പക്ഷെ ഇതിന്റെ തീം വല്ലാത്ത കുറെ തീമുകളുണ്ട്. ഒരു 4-5 തീമുകളുണ്ട്. ആ തീം നമുക്ക് പറയാം. ഇതൊരു ജസ്റ്റ് ഒരു പിക്ചർ കൊടുത്തതാണ്. ഇതിന്റെ സ്റ്റാർട്ടിങ് തന്നെ ഒരു പിക്ചർ ഉണ്ട്. പിന്നെ നിങ്ങൾ 9th സ്റ്റാൻഡേർഡിലെ വിദ്യാർത്ഥികളോട് എനിക്ക് ഒരു സ്പെസിഫിക് ആയിട്ട് കാര്യം പറയാനുണ്ട്. നിങ്ങൾക്കറിയാം നമ്മുടെ നിഞ്ച ബാച്ചിനെ പറ്റിയിട്ട്. നിഞ്ച ബാച്ചിന് ആക്ച്വലി ഈ ഒരു പ്രൈസിലായിരുന്നു നമ്മുടെ നിഞ്ച ബാച്ചിന് നിങ്ങൾക്ക് നൽകിയിരുന്നത്. ഇപ്പോൾ ഈ ഒരു വിദ്യാരംഭം ഓഫർ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസിനാണ് ഇപ്പോൾ നിങ്ങൾക്ക് 15% ഓഫറിലാണ് നിങ്ങൾക്ക് എന്താക്കാൻ പോകുന്നത്? ഈ ഒരു നമ്മുടെ ബാച്ച് ലഭിക്കാൻ പോകുന്നത്. എന്തിന് നിങ്ങൾ ബാച്ചിൽ ജോയിൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും സ്ലൈഡും നോട്ട്സ് ഒക്കെ ഓരോ ക്ലാസ്സിന് ശേഷം ഇൻസ്റ്റന്റ് ആയി നമ്മുടെ ആപ്പിൽ തന്നെ ഈ ഒരു സ്ലൈഡ് നോട്ട്സ് കിട്ടുകയാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ചാപ്റ്റർ വൈസും ടേം വൈസും ഒക്കെ ആയിട്ടുള്ള മോഡൽ എക്സാമുകൾ നടത്തുന്നതാണ്. ഇൻസ്റ്റാലേഡ് നിങ്ങൾക്ക് ലഭിക്കുന്നു. ഇൻ ആപ്പ് കമ്മ്യൂണിറ്റി തുടങ്ങിയിട്ടുള്ള ഫീച്ചേഴ്സുകൾ ഇനിയും ധാരാളമുണ്ട്. അപ്പോൾ പുതിയ ബാച്ചിൻ്റെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. ലിമിറ്റഡ് സീറ്റ് മാത്രമേ ഉള്ളൂ. അത് മാത്രമല്ല നമ്മൾ ഓഫർ ആസ് സൂൺ ആസ് പോസിബിൾ എന്തായിരിക്കും അവർ എൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇത് വിദ്യാരംഭത്തിൻ്റെ ഓഫർ ആദ്യം ഉണ്ടായിരുന്നു, അത് എൻഡാക്കി ഇപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്തതാണ്. അത് ഇത്രയും പെട്ടെന്ന് നിൽക്കുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ ജസ്റ്റ് പെട്ടെന്ന് എന്താക്കാം, കോൺടാക്ട് ചെയ്യാം. ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് ഇത് ഓഫർ ഉണ്ടാവോ ഇല്ലേന്ന് അറിയില്ല. ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്തു കേട്ടോ. ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തുക. അല്ലെങ്കിൽ ഈ ഒരു കൂപ്പൺ കോഡ് ഉപയോഗിച്ചാൽ നിങ്ങൾ ആപ്പ് സ്റ്റോറിനോ പ്ലേ സ്റ്റോറിനോ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് സൈലം ലേണിംഗ് അടിച്ചു കൊടുത്താൽ കിട്ടുന്ന ആ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് അതിൽ ഈ ഒരു നമ്മുടെ നിഞ്ച ബാച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ സാധനം കിട്ടും. നിഞ്ച ബാച്ചിൽ എന്തൊക്കെ VDM 15 എന്നങ്ങ് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഓൾറെഡി അവിടെ ഉണ്ടാവും ഓഫർ ഉണ്ടെങ്കിൽ. അപ്പോൾ അത് എന്താക്കുക, യൂസ് ചെയ്യുക, സെറ്റാക്കുക, പവറാക്കുക. ക്രിസ്മസ് എക്സാം, ആനുവൽ എക്സാം തകർക്കാം. ഓക്കെ, റെഡി. അപ്പൊ ഇതിന്റെ തീം ഓഫ് ദ പോം ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓൺലി 5 തീം ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ലാസ്റ്റത്തെ ആ ഒരു 5ാമത്തെ തീം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് മുമ്പുള്ള ഒരു 4 തീമുകൾ പറയുന്നുണ്ട്. നോക്കിക്കോ. ലവ് ഫോർ ദി സീ. അദ്ദേഹത്തിന് കടലിനോടുള്ള ആ അടങ്ങാത്ത സ്നേഹം അല്ലെ. ദ പോയറ്റ്സ് ഡീപ് അഫെക്ഷൻ ഫോർ ദ സീ ആർ സെൻട്രൽ.
അദ്ദേഹത്തിന് കടലിനോടുള്ള ആ ഒരു സ്നേഹമുണ്ടല്ലോ, അതാണ് ഇത് മെയിൻ ആയിട്ടുള്ള ഒരു തീം എന്ന് പറയുന്നത്. ദ സീ സിംബലൈസസ് ഫ്രീഡം. ഈ കടൽ എന്താണ് അർത്ഥമാക്കുന്നത്? കടലിനോട് സ്നേഹമുണ്ട്. അതെന്താ കടൽ അർത്ഥമാക്കുന്നത്? കടൽ കൊണ്ട് അദ്ദേഹം അർത്ഥമാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീഡമാണ്. ജിപ്സി എന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇറ്റ്സ് എ ഫ്രീഡം. അത് അദ്ദേഹത്തിനുള്ള ഫ്രീഡമാണ്, ബ്യൂട്ടിയാണ്, നേച്ചുറൽ ബ്യൂട്ടി. ആ ഒരു പ്രകൃതി ഭംഗി അദ്ദേഹം നന്നായിട്ട് വിശദീകരിക്കുന്നുണ്ട്. ആൻഡ് അഡ്വഞ്ചർ, അദ്ദേഹം അഡ്വഞ്ചർ ചെയ്യുന്ന ആളാണ് അല്ലേ. ഈ കടലിൽ പോവാന്ന് പറഞ്ഞാൽ തന്നെ ഒരു അഡ്വഞ്ചർ ആണ്. പക്ഷെ അതെന്താക്കുന്നുണ്ട്, ഇഷ്ടപ്പെട്ടത് ഇദ്ദേഹം ചെയ്യുന്നുണ്ട്. ലവ് ഫോർ ദ സീ ഈസ് എ ഫസ്റ്റ് തീം. ആൻഡ് സെക്കൻഡ് തീം ഫ്രീഡം ആൻഡ് അഡ്വഞ്ചർ. ഇതിൽ നിന്ന് ഇത് കണക്റ്റഡ് ആയിട്ടാണ് വരുന്നത്, ഫ്രീഡവും അഡ്വഞ്ചറും എന്നുള്ള തീം. ഓക്കെ, കടലിനോടുള്ള സ്നേഹം, അഡ്വഞ്ചർ ആൻഡ് ഫ്രീഡം എന്നുള്ള തീം. Yes, the poem celebrates a sailor's free wandering life. ആ ഒരു ജിപ്സി ലൈഫിനോട് കമ്പയർ ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്, ആ കപ്പിത്താന്മാരുടെ, കടലിൽ ജോലി ചെയ്യുന്ന ഈ ഒരു സെയിലേഴ്സിന്റെ അവരുടെ ലൈഫ് എന്ന് പറയുന്നത് ഫ്രീ ലൈഫാണ്, ഫുൾ ഓഫ് എക്സൈറ്റ്മെന്റ് ആൻഡ് ഡിസ്കവറി. പുതിയ പുതിയ കാര്യങ്ങൾ അവർ കണ്ടെത്തുന്നു. ഓരോ നിമിഷവും എക്സൈറ്റ്മെന്റ് ആണ് അല്ലേ. കടലിൽ പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് നിമിഷവും എന്തും സംഭവിക്കാം അല്ലേ, ജിപ്സി ലൈഫിനൊക്കെ ഉണ്ടാകുന്നത് പോലെ തന്നെ. അപ്പോൾ അവരെന്തും പ്രതീക്ഷിച്ചിരിക്കുന്നവരാണ്. ലൈഫ് എപ്പോഴും ആക്റ്റീവ് ആയിരിക്കും, ഓൺ ആയിരിക്കും അല്ലേ. യെസ്, ഒരു കംഫർട്ട് ലൈഫ് അല്ല അത്. കംഫർട്ട് സിറ്റുവേഷൻ, ആ ഒരു ഷെല്ലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുള്ള ലൈഫാണ്. സോ അത്ര അടിപൊളിക്കും. നമ്മളെ എന്താ പറയാ, പിന്നെ ഹോർമോൺസ് ഒക്കെ വല്ലാതെ അങ്ങ് ഓണായി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണത്. യെസ്. ഓക്കെ, ഇനി 2 തീം കഴിഞ്ഞു, ഇനി ഒരു 3 തീം കൂടി. നേച്ചേഴ്സ് പവർ ആൻഡ് ബ്യൂട്ടി. പ്രകൃതിയുടെ ശക്തിയും ഭംഗിയും ഇതിൽ നിന്ന് വല്ലാതെ വിശദീകരിക്കുന്നുണ്ട്. അതൊരു തീമായിട്ട് നമുക്ക് കണക്കാക്കാം. മെയിൻ തീം ലാസ്റ്റ് പറയുന്നുണ്ട്, അതാണ് മെയിൻ തീം. ദ പോയറ്റ് അഡ്മയർസ് ദ സീസ് നേച്ചുറൽ എലമെന്റ്സ്. പ്രകൃതിയുടെ ആ ഒരു ഘടകങ്ങളൊക്കെ എന്താക്കുന്നുണ്ട്, നന്നായിട്ട് അതിനെ വർണ്ണിക്കുന്നുണ്ട്. ഇത് ഇവിടത്തെ ആ ഒരു സമയത്തുള്ള ഡൗൺ, ആ ഒരു പ്രഭാതം പറയുന്നുണ്ട്. അതുപോലെ തന്നെ കടലിലെ തിരമാലകള്, അതുപോലെ തന്നെ കടലിലെ കാറ്റ്, ഇതിനെയൊക്കെ വർണ്ണിക്കുന്നുണ്ട് കുറേ കാര്യങ്ങൾ. ദ വിൻഡ്, വേവ്സ്, മിസ്റ്റ് ആൻഡ് സ്കൈ ആൻഡ് ഫൈൻഡ്സ് ജോയ് ഇൻ ദി വൈൽഡ്നെസ്. അതിന്റെ ആ ഒരു വൈൽഡ്നെസ് ഉണ്ടല്ലോ, ശരിക്കും കടൽ എന്ന് പറഞ്ഞാൽ ഭംഗിയാണ്, പക്ഷെ അതൊരു ഭീകരത കൂടിയല്ലടാ. കടൽ ഭീകരതയല്ലേ, അതിലും അദ്ദേഹം എന്താക്കുന്നുണ്ട്, ഒരു ഭംഗി കണ്ടെത്തുന്നുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹം ഒരു സന്തോഷം കണ്ടെത്തുന്നുള്ളതാണ്. ആൻഡ് ദ ഫോർത്ത് വൺ, റെസ്റ്റ്ലെസ് ആൻഡ് ലോങ്ങിങ്. അദ്ദേഹം ഒരു വെറുതെ കഴിയുന്നില്ല, റെസ്റ്റ്ലെസ് ആണ്. അതുപോലെ തന്നെ അദ്ദേഹം ലോങ്ങിങ് ആണ്. അദ്ദേഹം അതിയായ ആഗ്രഹമുണ്ട്, അതിനോട് ഭയങ്കര താല്പര്യമുണ്ട്. അതായത് അദ്ദേഹം കടൽ യാത്രയൊക്കെ ചെയ്ത് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ 3/4 ഭാഗവും കടലുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞു. ഇപ്പൊ റെസ്റ്റ് എടുക്കുകയാണ്. വീണ്ടും അദ്ദേഹത്തിന് ലോങ്ങിങ് ആണ്. എന്തിന്? കടൽ യാത്ര പോകാൻ വേണ്ടിയിട്ട്. വെറുതെ കഴിയുന്നില്ല, റെസ്റ്റ്ലെസ് ആണ്. ദ റിപ്പീറ്റഡ് ലൈൻ, അതിൽ റിപ്പീറ്റഡ് ആയിട്ടൊരു ലൈന് പറയുന്നുണ്ട്, ഐ മസ്റ്റ് ഗോ ഡൗൺ ടു ദ സീ അഗൈൻ. വീണ്ടും ഞാൻ കടലിലേക്ക് പോകണം. വിച്ച് മീൻസ് ഓൾറെഡി കടലിലായിരുന്നു, കടലിലെ ഈ ഒരു സെയിലർ ആയിരുന്നു, ഇപ്പൊ റിട്ടയർഡായി, വീണ്ടും കടലിലേക്ക് പോകാൻ താല്പര്യം അല്ലേ. നമ്മുടെ ജീവിതം, നിങ്ങളുടെ പാരന്റ്സിനെ പറ്റിയോ നിങ്ങളുടെ ഗ്രാൻഡ് പാരന്റ്സിനെ പറ്റി ആലോചിക്കുക. അവരെന്ത് ജോലിയായിരുന്നോ ചെയ്തത്, അതിലേക്ക് പോകാൻ അവർക്ക് താല്പര്യം. നല്ലൊരു എന്താ പറയുക, അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ട് ചെയ്തൊരു ജോലി ആയിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഉറപ്പായിട്ടും ആ ഒരു ലൈഫിലേക്ക് വീണ്ടും മടങ്ങി പോകാൻ അദ്ദേഹത്തിന് അതിയായ താല്പര്യം ഉണ്ടായിരിക്കും. യെസ്, ഷോസ് ഇത് കാണിക്കുക എന്താണ്, ദ പോയറ്റ്സ് ഇറസിസ്റ്റിബിൾ ഡിസയർ. അടങ്ങാത്ത, അല്ലെങ്കിൽ റെസിസ്റ്റ് ചെയ്യാൻ പറ്റാത്ത, പ്രതിരോധിക്കാൻ പറ്റാത്ത ആഗ്രഹം ടു റിട്ടേൺ ടു ദ സീ, കടലിലേക്ക് തിരിച്ചു പോകാൻ. യെസ്, ആൻഡ് ഇതാണ് 4 തീം. ലാസ്റ്റ് ആൻഡ് ഫൈനൽ, ദ മെയിൻ തീം എന്ന് പറയാൻ പറ്റുന്ന ഒരു തീമാണ് പറയാൻ പോകുന്നത്, ലൈഫ് ആൻഡ് ഡെത്ത്. ഇതാണ് മെയിൻ കോർ തീം എന്ന് പറയുന്നത്. നോക്കിക്കോ, ദ പോയറ്റ് വ്യൂസ് ലൈഫ് ആസ് എ സീ ജേണി. അദ്ദേഹം ഈ ഒരു കവി കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജീവിതം എന്ന് പറയുന്നത് ഒരു കടൽ യാത്രയാണ്. ലൈഫ് ഈസ് ലൈക്ക് എ സീ ജേണി ആൻഡ് ഡെത്ത് ആസ് പീസ്ഫുൾ റെസ്റ്റ്. അദ്ദേഹം അവസാനം പറയുന്നുണ്ട് മരണം പോലെ, അല്ലെ മരണം എന്ന് അദ്ദേഹം പറയുന്നില്ല, നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്നതാണ്. ഒരു ക്വയറ്റ് സ്ലീപ്പ് എന്ന് പറയുന്നുണ്ട്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു അല്ലെ. ക്വയറ്റ് സ്ലീപ്പ്, വളരെ സമാധാനപരമായിട്ടുള്ള ഒരു ഉറക്കം, അതെന്ന് പറയുന്നത് എന്താണ്? ഡെത്ത് ആണ്. ക്വയറ്റ് സ്ലീപ്പ് ആൻഡ് സ്വീറ്റ് ഡ്രീംസ് വെൻ ദ ലോങ് ട്രിക്ക് ഓവർ എന്ന് പറയുന്നുണ്ട്. അത് മീൻസ് എന്താണ്? അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത്? മരണമാണ്. അതായത് കടലിലെ യാത്ര എന്ന് പറയുന്നത് ഇറ്റ്സ് എ ലൈഫ്. അപ്പോ കടലിലെ യാത്രകളിൽ ചാലഞ്ചസ് ഉണ്ടാകും, അഡ്വഞ്ചറസ് ഉണ്ടാകും. അതൊക്കെ നമ്മൾ എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. അല്ല, നമ്മൾ ശരിക്കും ഒരു റിട്ടയർമെന്റ് ലൈഫ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് നമുക്ക് ഉണ്ടാവരുന്നതാണ്. ഓരോ സിറ്റുവേഷനിലും അതിന് ആപ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയണം. ലൈഫ് ആൻഡ് ഡെത്ത് എന്ന് പറയുന്ന ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീമാണ് ഇതിലുള്ളത്. മറ്റുള്ള തീമുകളുണ്ട്, ഈ തീം നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് കാണാം. നമുക്ക് മോട്ടിവേഷൻ ആവുന്നത് ഈ ഒരു തീമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, യെസ്, നമ്മുടെ ജീവിതത്തിൽ ഒരു അച്ചീവ്മെന്റ്സ് നേടി എന്നതുകൊണ്ട് നമ്മൾ എന്താവുന്നില്ല, നമ്മൾ കംപ്ലീറ്റ് ആവുന്നില്ല. നമ്മൾ ഒരിക്കലും എന്താവരുത്, സെറ്റിൽഡ് ആവരുത് എന്നാണ് പറയാറുള്ളത്. മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ഒക്കെ പറയാറുണ്ട്, നമ്മൾ സെറ്റിൽഡ് ആവരുത്. സെറ്റിൽഡ് ആയാൽ പിന്നെ നമുക്കൊന്നുമില്ല, നമ്മളെ
കഴിഞ്ഞു. ഇല്ല, നമുക്ക് അണൻഡിങ് ആയിട്ട് പുതിയ പുതിയ മേഖലകൾ തേടണം, പുതിയ പുതിയ സ്കില്ലുകൾ കേടണം. അതുപോലെ തന്നെ നമുക്ക് നമ്മളെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള, നമ്മളെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള മേഖലയിലേക്ക് നമ്മൾ വീണ്ടും ഉപകാരപ്പെടുന്ന രീതിയിൽ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ആ ഒരു സ്കില്ല് കണ്ടെത്തുക, നമ്മുടെ ഏറ്റവും പാഷൻ കണ്ടെത്തുക, അത് നമ്മൾ പ്രൊഫഷനാക്കി മാറ്റുക എന്നുള്ളതാണ് ഇതിൽ നിന്നുള്ള വലിയൊരു പോയിന്റ്. സോ നിങ്ങൾക്ക് ഈ ഒരു കവിതയിൽ നിന്ന് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഇതുപോലെ വേറെ ഏതെങ്കിലും ചാപ്റ്റേഴ്സ് നമ്മൾ ഇതുപോലെ അതിന്റെ തീമും കാര്യങ്ങളൊക്കെ ഏതെങ്കിലും കവിത പറയേണ്ടതുണ്ടെങ്കിലോ ജസ്റ്റ് കമന്റ് ചെയ്യുക. അല്ലെങ്കിൽ ഏതെങ്കിലും ചാപ്റ്റർ നമ്മളെ കുറച്ചുകൂടി വിശദീകരിച്ച് അതിൽ നിന്ന് എക്സ്പെക്റ്റബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പറയണം. എന്താണ് ഇനി നിങ്ങൾക്ക് ആക്ച്വലി ആവശ്യമുള്ളത് എന്നുള്ളത് കമന്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളും നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. നമുക്ക് ഇതുപോലുള്ള ധാരാളം വീഡിയോസ് ചെയ്യേണ്ടതുണ്ട്. ആക്ച്വലി ഇനി നമ്മൾ വീഡിയോ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ കമന്റ് ബോക്സ് അനുസരിച്ചായിട്ടും ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്ന ആ ഒരു കമന്റിലുള്ള വീഡിയോസ് ഒക്കെ ആയിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ നമ്മുടെ ആപ്പിൽ ജോയിൻ ചെയ്യാൻ മറന്നു പോയത്. ഡെയിലി ലൈവ് ക്ലാസ്സുകളൊക്കെ ആയിട്ട് ആപ്പ് ഫുൾ ഓൺ ആയിട്ടുണ്ട്. യെസ്, നമുക്ക് ഇതുപോലുള്ള ധാരാളം കാര്യങ്ങൾ വീണ്ടും പഠിക്കാം. Let's learn. Let's see in another video with another session. Until then, bye. Thank you. It's me, Jamshad. You can call me JD.